സംവാദം സീത, രാമൻ, ഹനുമാൻ. മോക്ഷസാധനമായ രഹസ്യമായ ദുർലഭമായ അതിനെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാം. എന്നിട്ട് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധം കഥാരൂപത്തിൽ ശിവൻ പാർവതിക്ക് ഉപദേശിക്കുകയാണ്. പുരാ രാമായണേ രാമോ രാവണം ദേവകണ്ഠകം ഹത്വാരണേരണശ്ലാഘി സപുത്രബലവാഹനം. രാമായണം രാമചരിതം അതുണ്ടാകാനുള്ള കാരണം, എങ്ങനെയാണ് രാമചരിതം ഉണ്ടായത്? ഒരു കഥാരൂപത്തിൽ പറയുകയാണ്. ഒന്ന്, ആത്മചിന്താപ്രധാനമായ ബ്രഹ്മം, ജീവൻ, ഈശ്വരൻ, ജഗത്ത് ഇവയെ സംയോജിപ്പിച്ച് കഥാരൂപത്തിൽ ശിവൻ പാർവതിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ യുക്തിഭദ്രമായിരുന്നാൽ കഥയ്ക്ക് പ്രാധാന്യമുണ്ടാവുകയും ആത്മജ്ഞാനം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഒരു തരത്തിലും യുക്തിഭദ്രമാവരുത് കഥ അതിന്റെ വാഹനമാണ്. അതുകൊണ്ട് ജീവജാലങ്ങളെ സന്നിവേശിപ്പിക്കുന്ന തലങ്ങളിൽ ഒട്ടേറെ ശ്രദ്ധിക്കണം. രാമായണം വായിക്കുന്ന സാമാന്യ വിവരമുള്ള ഒരാൾക്കും ഒരു ചരിത്രം എന്ന നിലയിൽ രാമായണ കഥാംശത്തെ രാമായണത്തിൽ നിന്ന് സ്വീകരിക്കാനാവില്ല. മതമെന്നൊരു അഭിമാനം വരുമ്പോൾ മാത്രമാണ് അതൊരു ചരിത്ര ഗ്രന്ഥമാകുന്നത്. എവിടെ ചരിത്ര ഗ്രന്ഥമാകുന്നു അവിടെ അറിവ് പരിമിതമാകുന്നു. ഒന്ന്, മാനവ ജീവിതത്തിൽ ഒരിക്കലും ഇത്ര സംസ്കാരവും ഇത്ര സംശുദ്ധമായ അറിവുമുള്ള ഒരു കുരങ്ങിനെയും ഒരാളും കണ്ടിട്ടില്ല. അപ്പൊ അവയൊക്കെ സംയോജിപ്പിക്കുക. ചരിത്രപരമായ പശ്ചാത്തലത്തിൽ പറ്റില്ല. ജാംബവാൻ എന്ന കഥാപാത്രം, രാവണൻ, വിഭീഷണൻ, കുംഭകർണൻ ഇവർ ബ്രാഹ്മണരാണ്. രാമായണ പ്രകാരം ബ്രാഹ്മണനെ അവതരിപ്പിക്കുന്നത് രാക്ഷസനായാണ്. ബ്രാഹ്മണനെ പൂജിക്കാനാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അറിവിന്റെ കാര്യത്തിലോ ബ്രാഹ്മണ്യം തികഞ്ഞവരാണ് ഇവർ. അതിലും തർക്കമില്ല. ത്വം ബ്രാഹ്മണഃ അസി ഉത്തമ വംശസംഭവ പൗലസ്ത്യപുത്രോസി കുബേരബാന്ധവ. ആഞ്ജനേയൻ രാവണനോട് പറയുന്നത്. ഒരു ഭാഗത്ത് ഭാരതചിന്തയെ മതപരമായ ജാഡ്യങ്ങളിൽ തളച്ച് ചരിത്രപരമായ അംശം കൊടുക്കുവാൻ ഒരുങ്ങിയാൽ യുക്തിരാഹിത്യം കൊണ്ട് പിൻവാങ്ങേണ്ടി വരിക. അതിനെ എതിർക്കാൻ ആര്യദ്രാവിഡ സങ്കരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു വന്നാൽ രാമനെ ആര്യനും രാവണനെ ദ്രാവിഡനുമായി ചിത്രീകരിച്ചാൽ രാവണന്റെ ഭാഷ ആര്യഭാഷയായ സംസ്കൃതമാണ്. യോജിക്കാതെ വരിക. സുന്ദരകാണ്ഡത്തില് ആഞ്ജനേയൻ സീതാദേവിയുടെ അടുക്കൽ അടയാളം പറഞ്ഞ് സീതാദേവിയെ കാണാൻ പോകുന്നതിന് മുമ്പ് ചിന്തിക്കുന്നൊരു ഭാഗമുണ്ട്. ഏതു ഭാഷയിൽ സീതയോട് സംസാരിക്കണം? ഒന്ന്, ആഞ്ജനേയന്റെ രൂപം. പ്രൗഢമായ സംസ്കൃതത്തിൽ സംസാരിച്ചാൽ താൻ രാവണൻ വേഷം വാരി വന്നതാണെന്ന് സീത ധരിച്ചേക്കുമോ എന്ന് ആഞ്ജനേയൻ സംശയിക്കുന്ന ഒരു രംഗം സുന്ദരകാണ്ഡത്തിലുണ്ട്. ഇങ്ങനെ സംശയിക്കുമ്പോൾ ഡി കൊസാംബിയും മജുംദാരുമൊക്കെ രാമായണം വായിക്കാതെയാണ്
രാമായണ കഥാസന്ദർഭത്തെ ആര്യദ്രാവിഡ യുദ്ധത്തിലേക്ക് സന്നിവേശിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. അത് നിങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങൾ അതും അതുകൊണ്ട് യോജിക്കില്ല. ചരിത്രപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പോലും രാമായണ കഥാസാരത്തെ അപഗ്രഥിക്കുവാൻ പറ്റാതെ വരിക, ചരിത്രത്തെയും മാനവമായ യുക്തിയെയും വലിച്ചെറിയുക, ആധ്യാത്മികമായ സങ്കേതത്തിലൂടെ മാത്രം പ്രൗഢമായി അറിവ് നേടാൻ കഴിയുക, ഇങ്ങനെ സുതാര്യമായൊരു തന്ത്രം ഈ ഗ്രന്ഥങ്ങൾക്കുണ്ട്. അതറിയാതെ പോയി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് നമ്മുടെ ശോചനീയത. ഒരു രാഷ്ട്രവും അതിന്റെ സംസ്കൃതിയും അതിലഭിമാനിക്കുന്ന ഒരു ജനതയും ആ സംസ്കൃതിക്ക് സമഗ്രവും സർവാശ്ലേഷിയുമായ തലം തരുന്ന പ്രൗഢമായ ആധ്യാത്മിക സന്ദേശത്തെ മറക്കുകയോ മറയ്ക്കുകയോ ചെയ്തു. ഒട്ടൊക്കെ അറിഞ്ഞും ഒട്ടൊക്കെ അറിയാതെ. ഇതും കൂടെ മനസ്സിലാക്കിയാലാണ് നമുക്ക് എളുപ്പം മനസ്സിലാവുക. അപ്പൊ ഇത് കഥാരൂപത്തിൽ ആണ് അവതരിപ്പിക്കുന്നത്. ശിവൻ വളരെ മനോഹരമായൊരു കഥയിലായി അവതരിപ്പിക്കുന്നു. എങ്ങനെ? പണ്ട് ഏത് കഥയും പറയുന്ന കാലത്ത് നടന്നതല്ല. കഥ എന്ന് പറയുന്നത് തന്നെ അതാണ്, കേട്ടുകേൾവിയായിട്ട് വന്നത്. അച്ഛൻ അപ്പൂപ്പനൊക്കെ പറഞ്ഞു കേട്ടത്, പറഞ്ഞു കേട്ടതായതുകൊണ്ട് അതിന്റെ അന്തസത്ത പരമാർത്ഥവും അതിന്റെ ചട്ടക്കൂട് പല തലമുറകളിലൂടെ രൂപാന്തരപ്പെട്ടു വന്നതുമായിരിക്കും. കഥയിലെ വ്യക്തികൾ, കഥയിലെ സംഭവങ്ങൾ ഒക്കെ അപ്രധാനമായി തീരും തലമുറകളിലൂടെ. എവിടെ നടന്നു എന്നത് കാര്യമല്ല. ജപ്പാനില് ഒരു ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥി അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് തന്റെ കഥയാണെന്ന് തോന്നാൻ കാരണം അതിലെ ഒരു വരിയാണ്: മൈ വേർഡ്സ് ഫ്ലൈ അപ്പ് ഇൻ ദ എയർ, മൈ തോട്ട് ഹിഡൻ ബിലോ, വേർഡ്സ് വിത്തൌട്ട് തോട്ട് നെവർ ടു ഹെവൻ ഗോ. അതിൽ പ്രൊഫസറോട് വെച്ച് പറയാണ്, അത് ഞാൻ തന്നെയാണ് രാജകുമാരൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഹാംലെറ്റ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയാവുന്നവരെക്കാൾ ഭംഗിയായി. മനസ്സു മേലോട്ടു പറന്നിടുന്നു, വിചാരമോ താഴെയുഴന്നിടുന്നു. മൈ വേർഡ്സ് ഫ്ലൈ അപ്പ് ഇൻ ദ എയർ, വചസ്സു മേലോട്ടു പറന്നിടുന്നു, വചസ് വാക്ക്. മൈ തോട്ട്സ് ഹിഡൻ ബിലോ, എന്റെ വചസ്സു മുകളിലേക്ക് പോകുന്നു, വചസ്സു മേലോട്ടു പറന്നിടുന്നു, വിചാരമോ താഴെ ഉഴന്നിടുന്നു. വിചാരമോടൊത്തു കലർന്നിടാതെ, വേർഡ്സ് വിത്തൌട്ട് തോട്ട് നെവർ ടു ഹെവൻ ഗോ. വിചാരമോടൊത്തു കലർന്നിടാതെ വചസ്സു പോവുകയില്ല പരമാം പദത്തിൽ. ഹെവൻ എന്നുള്ളതിനേക്കാൾ ഗംഭീരമാണ് പരമാം പദം, എന്റെ കവിത. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നാം, എത്രയോ പ്രാർത്ഥനയാ പ്രാർത്ഥിക്കുന്നത് ഇല്ലേ? എത്ര പ്രാവശ്യമായിരുന്നു പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലേക്ക് എത്താനായിട്ട്. പക്ഷെ ഇതൊക്കെ നാവ് കൊണ്ടുള്ള പറച്ചിലല്ലാതെ വിചാരമാക്കൂടെ പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ, അരമണിക്കൂർ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് സെയിൽസ് ടാക്സുകാരെയും ഇൻകം ടാക്സുകാരെയും കസ്റ്റമറെയും ഒക്കെ കളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കുകയും
അതുപോലെ തന്നെ ഇവനെ പറ്റിച്ച് എങ്ങനെയാ അടിച്ചുകൊണ്ട് പോകുന്നതെന്ന് കസ്റ്റമർ ചിന്തിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഞാനും നിങ്ങളും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം. അപ്പം വചസ്സ് മേലോട്ട് പറക്കുന്നു, വിചാരം താഴെ ഉഴന്നിടുന്നു. വിചാരമോടൊത്ത് കലർന്നിടാതെ വചസ്സ് പോക പരമാമ്പദത്തിൽ. എത്ര സ്പഷ്ടമായി നമ്മുടെ രൂപം ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പണ്ട് ഏതും അനേക തലമുറകളിലൂടെ വന്നത് എന്ന് കാണിക്കണം. വളരെ പണ്ട് രണശ്ലാഖി രാമ, യുദ്ധവീരനായ രാമൻ, അങ്ങനെ ഇത് അവതരിപ്പിക്കുന്നത്. ദേവകണ്ഠകം രാവണം രണേ സപുത്ര ബലവാഹനം ഹത്വ, ഹനിച്ചിട്ട് ദേവകണ്ഠകനായ ദേവശത്രുവായ രാവണനെ രണേ യുദ്ധത്തിൽ പുത്രൻ, സൈന്യം, വാഹനം ഇവരോട് കൂടും വണ്ണം ഹനിച്ചിട്ട്, ഇതെല്ലാം നശിപ്പിച്ചിട്ട്. ഇങ്ങനെയാണ് ശിവൻ ആ കഥ പറയാൻ തുടങ്ങുന്നത്. ഇപ്പൊ കേൾക്കാൻ പാർവതിക്കൊരു താല്പര്യം ഉണ്ടാവും. ആ കഥയാണ് പിന്നീട് വന്ന തലമുറകളെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇതിലെ തത്വങ്ങളൊക്കെ അവർ വിട്ടുപോയി. രാമായണം എടുത്ത് വായിച്ചാൽ രാവണൻ രാമന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. രാമന് തന്നെ എത്ര ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയില്ല. രാവണന്റെ രൂപമൊക്കെ ഉണ്ടാക്കി നമ്മൾ കത്തിക്കുകയാണ് വലിയൊരു മൈതാനം. രാവണനാകട്ടെ പൂർണ്ണ ഭക്തനാണ് രാമൻ. ഇത് സ്പഷ്ടമായി പറയുന്നുണ്ട്. പുരാണ പ്രസിദ്ധിയിൽ 3 ജന്മം കൊണ്ട് മുക്തി കിട്ടാനാണ് ജയവിജയൻ, രാവണൻ, കുംഭകർണൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു അനേക ജന്മം കൊണ്ട് ജീവജാലങ്ങൾ മുക്തിക്ക് ശ്രമിക്കുമ്പോൾ സായുജ്യ പ്രകൃതിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുവെന്നാണ് ആചാര്യന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. അവരൊക്കെ തന്നെ ഇത് പഠിപ്പിക്കുമ്പോഴും ഈശ്വര ഭക്തൻ ഇരിക്കുന്ന ദിക്കിനെ കുമ്പിടണമെന്ന് ഭക്തിയിൽ പറയുമ്പോഴും രാവണനെ കത്തിക്കാൻ ഓടുന്നും കൂടെയുണ്ട്. ഇങ്ങനെയുള്ളൊരു തലം രൂപാന്തരപ്പെട്ടത് കഥയിലെ ചരിത്രാംശത്തെ അമിതമായി പഠിച്ചു പോയതുകൊണ്ടാണ്. നിനക്കിന്റെ രാമായണം വായിക്കുമ്പോൾ രാവണനോട് ഒരു ദ്വേഷമുണ്ടാകുന്നുണ്ട്. ഒരു ദ്വേഷം ഉണ്ടാകുന്നു. രാമായണവും മഹാഭാരതവും ഒക്കെ വായിച്ച് മുമ്പുള്ള ദ്വേഷം കൂടുകയാണ്. ഇതിനു മുമ്പേ നമുക്കുള്ളത് മുമ്പേ ഉള്ള ദ്വേഷം തന്നെയാണ്. എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് ശങ്കമില്ല. എനിക്ക് തോന്നുന്നത് മഹാഭാരതവും രാമായണവുമൊക്കെ നാം പഠിച്ചു പോരുന്ന തലങ്ങളിൽ പഠിക്കുമ്പോൾ ദ്വേഷം കൂടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പുസ്തകം വായിച്ചു കഴിഞ്ഞവരെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ കഥയൊക്കെ ഉൾക്കൊണ്ടതിന്റെ ചരിത്രാംശം ഉൾക്കൊണ്ടവരെ കുറിച്ചാണ്. അത് ഉൾക്കൊള്ളുന്ന സമയത്ത് നാം രോഷത്തോടെ നമ്മുടെ മതപരങ്ങളായ ചടങ്ങുകളിലൊക്കെ വളരെ രോഷം പ്രകടിപ്പിക്കുവാനാണ്, വളരെ വില്ലന്മാരായാണ് ഈ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ ചിത്രീകരിക്കുന്നത്. കുട്ടികളുടെ മനസ്സിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. നമ്മോട് പ്രിയം കാണിക്കാത്തവരൊക്കെ നമ്മുടെ പുരാണ പ്രസിദ്ധിയിലെ ദുഷ്ടകഥാപാത്രങ്ങളാണെന്ന ഒരു സങ്കല്പവും നാമെല്ലാം വെച്ചു പുലർത്തുന്നുണ്ട്.
ശരിയല്ല. അവരർഹിക്കുന്നതായാലും അല്ലെങ്കിലും അങ്ങനെ അവരെ പേരിട്ട് വിളിക്കാൻ പോലുമുള്ള ഒരു ത്വര നമ്മിലുണ്ടാകുമ്പോഴും അതിൽ അന്തർഭവിച്ചിരിക്കുന്ന സത്യത്തെ അറിയാൻ നാം അത്ര ശ്രദ്ധിക്കാറുണ്ടെന്ന് തോന്നുന്നില്ല. ശരിയല്ല? അതേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരിയാണെന്നാണ് എന്റെ വിശ്വാസം ഉണ്ടായത്. അപ്പൊ ദേവകണ്ഠകനായ ദേവശത്രുവായ രാവണനെ രണേ യുദ്ധത്തിൽ സപുത്ര ബലവാഹനം, പുത്രന്മാർ, സൈന്യം, വാഹനം ഇവയോട് കൂടും വണ്ണം ഇതെല്ലാം ചേർത്ത് ഹനിച്ചിട്ട് രാമരാവണ യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെയാ കഥ അവതരിപ്പിക്കുന്നത്. ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് സീതയാ സഹ സുഗ്രീവ ലക്ഷ്മണാഭ്യം സമന്വിത അയോധ്യ അഗമദ്രാമോ ഹനുമത് പ്രമുഖൈർവൃത. സീതയാ സഹ സുഗ്രീവ ലക്ഷ്മണാഭ്യാം സമന്വിത അയോധ്യാം ആഗമ രാമോ ഹനുമ പ്രമുഖൈർവൃത. സീതയാ സഹ സീതയോടുകൂടെയും സുഗ്രീവ ലക്ഷ്മണാഭ്യാം സമന്വിത സുഗ്രീവനോടും ലക്ഷ്മണനോടും കൂടെയും ഹനുമത് പ്രമുഖൈവൃത ഹനുമാൻ മുതലായവരാൽ ചുറ്റപ്പെട്ടവനായിട്ട് രാമ അയോധ്യാം അഗമത് രാമൻ അയോധ്യയെ പ്രാപിച്ചു. ഇങ്ങനെയാണ് കഥ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏറ്റവും അവസാന ഭാഗമാണ് പാർവതിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പാർവതിക്ക് താല്പര്യമുണ്ടോ? രാമൻ ദേവകണ്ഠകനായ രാവണനെ കൊന്ന് രാവണനെയും സൈന്യത്തെയും പുത്രന്മാരെയും വധിച്ച് സീത, സുഗ്രീവൻ, ലക്ഷ്മണൻ മുതലായവരോടുകൂടി ഹനുമാൻ മുതലായവരാൽ ചുറ്റപ്പെട്ട് അയോധ്യയെ പ്രാപിച്ചു. കഥയായതുകൊണ്ട് നമുക്ക് അധികം നീട്ടണ്ട. അയോധ്യയെ പ്രാപിച്ചു. അഭിഷിക്ത പരിവ്രതോ വസിഷ്ഠദ്യൈർ മഹാത്മഭിഃ സിംഹാസനേ സമാസീന കോടിസൂര്യ സമപ്രഭ. അഭിഷിക്ത അഭിഷേകം ചെയ്യപ്പെട്ടവനും വസിഷ്ഠാദ്യൈഃ മഹാത്മഭിഃ വസിഷ്ഠൻ മുതലായ മഹാത്മാക്കളാൽ ഋഷിമാരാൽ പരിവ്രത ചുറ്റപ്പെട്ടവനും കോടി സൂര്യ സമപ്രഭ കോടി സൂര്യ സദൃശ പ്രഭയോടുകൂടിയവനുമായിട്ട് സിംഹാസനെ സിംഹാസനത്തിൽ സമാസീന സുഖമായിരുന്നു. രാമൻ തിരിച്ചെത്തി അയോധ്യയിൽ വന്നു. വസിഷ്ഠൻ മുതലായവരാൽ ചുറ്റപ്പെട്ടവനായി കോടി സൂര്യന് സദൃശ പ്രഭയോടുകൂടിയവനായി സിംഹാസനത്തിലിരുന്നു. അതിലാകെ ചരിത്രം വിട്ടുള്ളൊരു ഭാഗം എപ്പോഴും രാമനോട് ചേർത്ത് വരുന്ന ഈ കോടി സൂര്യ സമപ്രഭം തുടങ്ങിയ ശബ്ദങ്ങൾ മാത്രം. ബാക്കിയുള്ളതൊക്കെ നമ്മളെ ചരിത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നതാണ്. കാരണം അവയൊക്കെ കൊണ്ട് മാത്രമാണ് നമുക്ക് രാമൻ ഇപ്പോഴും ആത്മാവാണ്, ബ്രഹ്മമാണ് എന്ന് നേരിട്ട് തോന്നുക. ബാക്കിയുള്ളതിലൂടെയെല്ലാം ചരിത്ര പശ്ചാത്തല ഒരുക്കി കൊണ്ടുപോകുന്നു. അപ്പോ അതിലൂടെ വേണം നമ്മൾ കടന്നുപോകാൻ. അതായത് മായാവൃതമായിരിക്കുന്ന കഥാംശത്തിലൂടെ നമുക്ക് പോകാം. മായാവൃതമായിരിക്കുന്ന കഥാംശത്തെ വിട്ട് പാരമ്പര്യ പ്രസിദ്ധമായിരിക്കുന്ന അറിവിലൂടെ മാത്രം പോകാം. മായാവൃതമായിരിക്കുന്ന കഥാംശവും ചരിത്രവും ആധ്യാത്മികവും കലർത്തി ഗുരുമാരായും പോകാം. ഇങ്ങനെ 3 വഴി ഇതിനകത്തുണ്ട്. ഒന്ന്, ഇത് ശ്രദ്ധാപൂർവം വായിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവസാനം പറഞ്ഞതാണ് പലപ്പോഴും സംഭവിക്കുക. ഇതിലെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ യാത്ര തുടർന്നാൽ നമുക്ക് അധികം തുടരാൻ പറ്റില്ല. കാരണം നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ യുക്തി സമ്മതിക്കില്ല. നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കും.
മാനവികങ്ങളായ ഒരു യുക്തി കൊണ്ടും ഈ ഗ്രന്ഥങ്ങളെ പുറത്തുനിന്ന് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നല്ലാതെ രക്ഷിക്കാൻ നമുക്കാവില്ല. രാമായണവും മഹാഭാരതവുമൊക്കെ അജ്ഞാനികളായ നമ്മളുടെ വാഗ്ധോരണികളാൽ രക്ഷിക്കപ്പെടേണ്ടി വരുന്നു എന്ന ശോചനീയാവസ്ഥ തന്നെ അവയെ പരിമിതമാക്കുന്നു. ആധുനിക വിദ്യാസങ്കേതങ്ങളും ആധുനിക പഠനങ്ങളും അവയെ അവലംബിച്ചുള്ള വാഗ്വിലാസങ്ങളും കൊണ്ട് പ്രാചീനമായിരിക്കുന്ന ഈ സംജ്ഞകളെ ഒരുവിധം വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പലതിനെയും തള്ളി പലതിനെയും പുതുതായി ചേർത്ത് ഒരു പുതിയ രാമായണം അവതരിപ്പിച്ചാണ് പലപ്പോഴും മതങ്ങൾ അതിന്റെ ശാസ്ത്രഗ്രന്ഥങ്ങളെ രക്ഷിക്കുന്നത്. അത് രക്ഷിക്കുന്നതാകട്ടെ ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രം വേണ്ടിയാണ്. നമ്മുടെ ഭൗതിക ജീവിതം പോലെ, നമ്മുടെ ഭാര്യാപുത്രാദികളെപ്പോലെ, നമ്മുടെ ചുറ്റും കാണുന്ന ഭൂമി മുതലായ പദാർത്ഥങ്ങളെപ്പോലെ, നാം കാണുന്ന രാജ്യഭരണം പോലെ ഒട്ടേറെ കാര്യങ്ങളോടുകൂടിയ ഒരു ചരിത്ര പശ്ചാത്തലത്തെയാണ് രാമായണത്തിൽ കാണുന്നത് എന്ന് പറയുന്നത് തന്നെ രാമായണത്തെ പരിമിതമാക്കുന്നു. ഇന്നുള്ള നിയമങ്ങളും ഇന്നുള്ള ജീവിത രീതികളും ഇന്നുള്ള രാഷ്ട്ര മീമാംസയും ഇന്ന് കാണുന്ന ദൂതന്മാരെ പോലുള്ള ദൂതന്മാരും ഇന്നത്തെ പോലുള്ളതായ അതിഗഹനങ്ങളും ഗംഭീരങ്ങളുമായ ആയുധങ്ങളും ഒക്കെ അന്നുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കുവാനാണ് ഋഷികവി ഈ പുസ്തകം എഴുതിയതെങ്കിൽ അവയൊന്നും പൂർവപക്ഷത്തല്ല വരിക, സിദ്ധാന്തപക്ഷത്താണ് വരിക. മാത്രവുമല്ല, അത്തരമൊരു സംസ്കൃതി പണ്ടുണ്ടായിരുന്നു, അതിന്റെ പിന്തുടർച്ചയാണ് നമ്മൾ എങ്കിൽ ഇന്ന് ഓരോന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞ് അതിന്റെ പുറകെ ചെന്ന് അതിതിലുണ്ടേ എന്ന് പറയുന്നതിനപ്പുറം ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ഒരെണ്ണം ഉണ്ടെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകേണ്ടതാണ്. മുഖ്യമന്ത്രി പ്രമാണത്തിൽ പറഞ്ഞ മനസ്സിലായില്ല. ഇതൊരു മതത്തിന്റെ മരണത്തിന്റെ മണിനാദമാണ്. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം ഇതിന്നൊരു ശ്ലോകവും ചൊല്ലി ഇതേ അതിവിടെയുണ്ട് കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ്. ഇതൊരു ദുരഭിമാനമാണ്, ഇതൊരു ദുശ്ചെയ്തിയാണ്, ഇത് വലിയൊരു അറിവില്ലായ്മയാണ്. ഈ അഭിമാനം സർഗശക്തിയെ നശിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് ഇതല്ല അതിനകത്തെ വിഷയം. അതിന്റെ പൂർവപക്ഷത്തിൽ മാത്രമാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതും ഇതുവരെ കണ്ടുപിടിച്ചതും ഇതുവരെ അനുഷ്ഠിച്ചതും ഇനി അനുഷ്ഠിക്കാൻ പോകുന്നതുമായ സമസ്ത വിഷയങ്ങളും ഇതിന്റെ പൂർവപക്ഷത്തിലാവുന്നു. രാഷ്ട്രമീമാംസ രാമായണത്തിന്റെ പൂർവപക്ഷമാണ്. നിയമവ്യവസ്ഥ രാമായണത്തിന്റെ പൂർവപക്ഷമാണ്. നീതിശാസ്ത്രങ്ങൾ രാമായണത്തിന്റെ പൂർവപക്ഷമാണ്. യുദ്ധം രാമായണത്തിന്റെ പൂർവപക്ഷമാണ്. യുദ്ധ ഉപകരണങ്ങളും ഇതിന്റെ പൂർവപക്ഷമാണ്. അതിന്റെ സിദ്ധാന്തപക്ഷത്തെ വിഷയം ആത്മാവാണ്, ആത്മാവ് മാത്രമാണ്. പൂർവപക്ഷം നിരസിക്കുവാനുള്ളതാണ്, സിദ്ധാന്തപക്ഷം സ്വീകരിക്കുവാൻ. ഈ രീതിയിൽ അതിനെ സമീപിച്ചില്ലെങ്കിൽ നഷ്ടമേറെയാണ്. രാമായണം വരുന്ന ഒരു അനുഭൂതിയിലേക്ക് സമസ്ത ജീവരാശിക്കും കടന്നു ചെല്ലാൻ കഴിയുമാറ് സമഗ്രമാണ് അതിന്റെ സിദ്ധാന്തപക്ഷം. പൂർവപക്ഷം എല്ലാവർക്കും കടന്നു ചെല്ലാനാവില്ല. കാരണം നിങ്ങളുടെ കൂടെ യുദ്ധതന്ത്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് ഒരു പുസ്തകത്തിലെ യുദ്ധതന്ത്ര പ്രധാനങ്ങളായ അംശങ്ങൾ. അത് ജനതയെ മുഴുവൻ ബാധിക്കുന്നതല്ല. അതിർത്തിയിലൊരു യുദ്ധം നടക്കുകയോ ഇന്ത്യയുടെ കുറെ
പട്ടാളങ്ങളും പാകിസ്ഥാന്റെ കുറെ പട്ടാളങ്ങളും ഏറ്റുമുട്ടി മരിക്കുകയോ, ഇന്ത്യയുടെ കുറെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുകയോ, പാകിസ്ഥാന്റെ കുറെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുകയോ, ഇന്ത്യ കുറെ ഗവേഷണം ചെയ്ത് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുകയോ, അവിടെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും അതിൽ ഒരഭിമാനം പൂണ്ടു നിൽക്കുന്ന കുറെ ജനങ്ങളും, അതിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന കുറെ ജനങ്ങളും, അതിന്റെ ഭാഗഭാക്കായി ജീവിതം കൊണ്ടു നടക്കുന്ന കുറെ നയതന്ത്രജ്ഞന്മാരും കുറെ മന്ത്രിമാരും ഒക്കെ അല്ലാതെ ഇതൊന്നും അറിയാത്ത ഒരു ജനത പാരമ്പര്യത്തോടുകൂടി എന്നും എല്ലാ രാജ്യത്തുമുണ്ട്. മനസ്സിലായില്ല? അവരിതൊന്നും അറിയുകയോ അവരിതൊന്നും പഠിക്കാൻ മെനക്കെടുകയോ അവരെ ഇതൊന്നും ബാധിക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് ഇത് വിഷയവുമല്ല. പരസ്പരം സ്നേഹിച്ചും പരസ്പരം സഹകരിച്ചും പരസ്പരം ചേർന്നും ജീവിച്ചു പോകുന്ന അവരുടെ ജീവിതായോധനത്തിലേക്ക് ഈ വിഷയങ്ങളൊന്നും ബാധിക്കുന്നില്ല. സിവിലോ ക്രിമിനലോ ആയ നിയമവ്യവസ്ഥ ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നവനെ മാത്രം ബാധിക്കുന്നതാണ്. സ്നേഹം, കാരുണ്യം, നന്മ, പരസ്പര സഹായം, അഹിംസ, അസ്തേയം മുതലായ ഗുണങ്ങൾ ഇവയ്ക്ക് ഈ നിയമങ്ങൾക്ക് അതീതമാകയാൽ ആ ജനതയെ ഇവയൊന്നും ബാധിക്കുന്നില്ല. ചുറ്റും ഇത് നടക്കുമ്പോഴും ഒരിക്കലും കോടതിയെ ചിന്തിക്കാതെ, ഒരിക്കലും കോടതിയിൽ കയറേണ്ടി വരാതെ, ഒരിക്കലും പോലീസിനെ കാണേണ്ടി വരാതെ, ഒരു പ്രാവശ്യം പോലും ആരുടെയും വസ്തു എടുത്തതിന് തല്ലുകൊള്ളാതെ, ഒരിക്കൽ പോലും ആരോടും അകനിന്ദയോടെ പെരുമാറാതെ ലക്ഷോപലക്ഷം വരുന്ന ജനത ലോകമെമ്പാടും സൗമ്യമായി സ്നേഹമായി എല്ലാ നന്മകളോടും കൂടെ ജീവിച്ചു മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ലോകത്തെമ്പാടും അത്തരമൊരു ജനതയുണ്ട്. ശരിയാണ്. അപ്പൊ അവർക്ക് ഈ വിഷയങ്ങളൊന്നും പ്രധാനമല്ല. അപ്പൊ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒന്ന് ഈ മതഗ്രന്ഥങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്നു എന്നത് അവരെ ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ടത് സമഗ്രമല്ല. ഊർജതന്ത്രവും രസതന്ത്രവും ഒന്നും അറിയണ്ടാതെ ജീവിതം സുഖമായി അന്ത്യം വരെ എത്തിക്കാവുന്ന ഒട്ടേറെ ജനങ്ങളുണ്ട്. പഠിക്കാൻ പോകുന്നവരിൽ തന്നെ അത് അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ട് കുറെ കാലം കാണാതെ പഠിച്ചു എന്നല്ലാതെ ഇതിന്റെ ABCD അറിയാൻ വയ്യാത്തവരാണ് നല്ലൊരു ശതമാനം. ശരിയല്ല? അപ്പൊ ഇത് വല്ലതൊക്കെ ഇതിനകത്തുണ്ട് എന്ന് അഭിമാനിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ഇതിന്റെ പൂർവപക്ഷമാണ്. അതൊന്നും ഇതിന്റെ സിദ്ധാന്തപക്ഷമല്ല. എന്നാൽ സകലരെയും ബാധിക്കുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയോട് ബന്ധപ്പെട്ട് സമസ്ത ജനങ്ങളെയും ബാധിക്കുന്ന ആ വിഷയം അത് ആത്മാവിനെ സംബന്ധിച്ചതാണ്. അത് മനസ്സിനെ സംബന്ധിച്ചതാണ്. ചരിത്രകാരനും ശാസ്ത്രകാരനും ജ്യോതിഷിക്കും അതുപോലെ തന്നെ യോദ്ധാവിനും എല്ലാം എന്നും പിടികിട്ടാത്തതും എന്നും ദുർജ്ഞേയവുമായ ഒരു മനസ്സുണ്ട്. അതിന്റെ പഠനം എന്നും അവനെ കുഴക്കുന്ന സങ്കീർണമായ ബുദ്ധിയുണ്ട്. അതിന്റെ പഠനം ലോകമെമ്പാടും സമസ്ത ജനതയ്ക്കും അനിവാര്യമാണ്. അത് സിദ്ധാന്തപക്ഷത്തുള്ള ഒരു ഗ്രന്ഥം അപൂർവവും ഗുഹ്യവും ദുർലഭവുമാണ്. അവിടെ ഒരുത്തൻ മത്തങ്ങ കൃഷി ചെയ്തു, അത് എന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. അത് പറഞ്ഞില്ലെങ്കിലും മത്തങ്ങ കുരു കിളുക്കും, മത്തങ്ങ ഉണ്ടാകും, ആളുകൾ കഴിക്കും. മത്തങ്ങ ഉണ്ടാകാത്തടത്ത് വെള്ളരിക്ക കഴിച്ചോളും. അപ്പുറത്ത് വെള്ളരിക്ക ഉണ്ടായപ്പോ എന്റെ പുസ്തകത്തിൽ വെള്ളരിക്കയുണ്ട്. അതൊരു പുതുമയുള്ള കാര്യമല്ല. ഇതിനപ്പുറം അമേരിക്കക്കാരനിലും ഇന്ത്യക്കാരനിലും
ഡച്ചുകാരനിലും റഷ്യക്കാരനിലും കമ്മ്യൂണിസ്റ്റുകാരനിലും കോൺഗ്രസുകാരനിലും എന്ന് വേണ്ട സമസ്ത മനുഷ്യനിലും സജീവമായൊരു മനസ്സുണ്ട്. അല്ലാതെ ആനയുണ്ടോ, കുതിരയുണ്ടോ, കുരങ്ങുണ്ടോ, മനുഷ്യനുണ്ടോ, അതിൽ ആയുധങ്ങളുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കുന്നത് പരിമിത ബുദ്ധിയിലാണ്. അവിടെ ഇതിനെ 3 തലങ്ങളിൽ നമുക്ക് പഠിക്കാം. ഒന്നിതിന്റെ ചരിത്ര സാപേക്ഷ്യങ്ങളിലൂടെ ഒരു ദുരഭിമാനത്തിന്റെ ദുസ്തരമായ ചിന്തയിലൂടെ ഒരു ജനതയെ കൊണ്ടുപോയി വിനാശത്തിലേക്ക് തള്ളിയിടാൻ ഇതിനെ ചരിത്രപരമായി പഠിക്കാം. 2, ഇതിനെ സങ്കീർണങ്ങളായ യുക്തികൾ ഉന്നയിച്ച് ഇതിന്റെ ആധ്യാത്മിക ഭാവത്തെ മറച്ച് ചരിത്രവും ആധ്യാത്മികതയും കൂട്ടിക്കുഴച്ച് മൃതമായൊരു മതത്തിന്റെ ഗ്രന്ഥശാലയിലേക്ക് തള്ളാവുന്ന ഒരു പ്രാർത്ഥന ജീവിതമായി പഠിക്കാം, അനുഷ്ഠിക്കാതെ. പ്രാർത്ഥന സംസ്കാരങ്ങളെല്ലാം നശിച്ചതവിടെയാണ്. ഗ്രന്ഥങ്ങളെ കറുത്ത തോലുകൊണ്ട് പൊതിയുകയും അവയിൽ എഴുതിയ അക്ഷരങ്ങളുടെ അഗ്നിയും ചൂടും മനസ്സിലാക്കാതിരിക്കുകയും അവയെ സംരക്ഷിക്കുവാൻ കോപ്പുകൂട്ടുകയും അവ സംരക്ഷിച്ചാൽ സംസ്കാരമെല്ലാം സംരക്ഷിക്കപ്പെട്ടുവെന്ന് ദുരഭിമാനം കൊള്ളുകയും അനുഷ്ഠാനങ്ങളും അന്തക്ഷോഭമില്ലാത്ത ശാന്തിയും വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു ജനത മതത്തെ മൃതമായ ആചാരങ്ങളുടെ അന്തരീക്ഷങ്ങളിലേക്ക് വലിച്ചെറിയും. ഇത് 2ാമത്തെ തരം പഠനമാണ്. ഇതിന്റെ പുറംചട്ടയിലെ ചരിത്രാംശങ്ങളും ഇതിന്റെ പുറംചട്ടയിൽ പൂർവപക്ഷങ്ങളായി കിടക്കുന്ന ശാസ്ത്ര സാങ്കേതിക രഹസ്യങ്ങളും ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ പൂർവപക്ഷത്ത് വരുന്ന ഇതര വിഷയങ്ങളും വലിച്ചെറിഞ്ഞ് സാമ്പ്രദായികമായ ഭക്തിയിലൂടെ അന്യൂനമായ ആത്മബോധത്തിലൂടെ ഒരു ജനതയെ അനുഷ്ഠേയമായ മന്ത്രാത്മികതയിലൂടെ കൊണ്ടുപോകുമ്പോൾ മതം സജീവമാവുകയും അത് ഇന്നലെ ഉണ്ടായിരുന്നു, എന്റെ ഉപ്പൂപ്പയുടേതായിരുന്നു എന്നല്ല, എന്റേതാണ്, ഇന്നുണ്ട്, ഇന്നത് അനുഷ്ഠിക്കാം എന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിയുകയും അത് ചിരന്തനമായൊരു സംസ്കാരമായി മാറുകയും പ്രാർത്ഥനമല്ലാതാവുകയും ചെയ്യും. ഈ പരിപ്രേക്ഷ്യമാണ് മന്ത്രരാമായണത്തിന്റെ മനോഹര മുഹൂർത്തങ്ങളെ നമുക്ക് തരുന്നത്. ഇനിയും ആലോചിച്ചിട്ട് തീരുമാനിക്കൂ, പഠിക്കണം. അല്ല ചുമ്മാ വെറുതെ ഇത് പഠിക്കണോ പഠിക്കണ്ടോ എന്ന് തീരുമാനിക്കാം. ഉപ്പുപ്പൊക്കെ പണ്ടൊരു ആന ഉണ്ടായിരുന്നു, ആനയെ കെട്ടിയത് ഇവിടെയായിരുന്നു, ഇവിടെ ഒരു കുഴിയുണ്ടായിരുന്നു, ഇവിടെയാണ് ആന വെള്ളം കുടിച്ചിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് കുഴിയാനയായിട്ടേ പുതിയ തലമുറയ്ക്ക് തോന്നുള്ളൂ. കാരണം ഇന്നുള്ളവൻ ആന മേടിക്കാൻ പോയിട്ട് ഒരു കപ്പക്കിഴങ്ങ് തിന്നാനുള്ള യോഗ്യത പോലും ഇല്ലാതിരിക്കെ ഇവൻ ആനയെപ്പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ ദുഃഖം തോന്നും കേൾക്കുന്നവന്. ആനയുണ്ടായിരുന്നവന്റെ പരമ്പരയിൽ ഇത് സംഭവിക്കില്ല. അപ്പൊ ഇവന്റേതായിരുന്നില്ല ആന. ഉപാസനയുടെ ബാലപാഠങ്ങളിൽ മന്ത്രദീക്ഷിതന്മാരായ ഋഷിമാർ പറഞ്ഞത് സൂര്യനെ ഉപാസിക്കുന്നവനാണിവൻ, ഇവന്റെ സന്തതി പരമ്പരയിൽ ഒരിക്കലും അജ്ഞാനി ഉദയം ചെയ്യില്ല എന്നാണ്. അജ്ഞാനി ഉദയം ചെയ്തുവെങ്കിൽ അവന്റെ തല്ലി മക്കൾ. മനസ്സിലായില്ല? അതുകൊണ്ട് DNA ഒക്കെ പോയി പരിശോധിക്കണം. ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞൊന്നുമല്ല. നിങ്ങൾ ചിലരെന്നെ നോക്കുന്നു കണ്ണു പിടിച്ച്. ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇത് സുന്ദരമായി ഉപനിഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഗാർഗ്യനും അജാതശത്രുവും തമ്മിലുള്ള സംവാദം. അതിൽ അജാതശത്രു ഗാർഗ്യനോട് പറയുന്നതാണ്. അജാതശത്രുവിനെ പഠിപ്പിക്കാനാ ഗാർഗ്യൻ ചെന്നത് വലിയ ഭാവത്തിൽ. അജാതശത്രു വിനയാന്വിതനായി താഴെ ഇറങ്ങിയിരുന്നിട്ട് പറഞ്ഞു പഠിപ്പിച്ചു തുടങ്ങിക്കോളാൻ പറഞ്ഞു. പഠിപ്പിക്കാവുന്ന മുഴുവൻ പഠിപ്പിച്ചു കഴിഞ്ഞോ പറഞ്ഞു ഈ പറഞ്ഞൊക്കെ എനിക്കറിയാം, അതിനപ്പുറവും കുറച്ചറിയാം, പിടിച്ചോ. നീ സൂര്യോപാസനയെ പറ്റി പറയുന്നു, അതെനിക്കറിയാം. സൂര്യനെ ഉപാസിക്കുന്നവന്റെ പരമ്പരയിൽ ഒരിക്കലും അജ്ഞാനി ഉദയം ചെയ്യില്ല. നീ ചന്ദ്രോപാസനയെ പറ്റി പറയുന്നു, അതും എനിക്കറിയാം. നീ മുമ്പേ ഗമിക്കുന്നവന്റെ പിമ്പേ ഗമിക്കുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ പുരുഷനെ ഉപാസിക്കുന്ന ഉപാസനാതന്ത്രം പറയുന്നു. ആ ശബ്ദ ഉപാസനയും
എനിക്കറിയും. നീ വിദ്യുത്തിന്റെ ലാഞ്ചനയിൽ വരുന്ന ഉപാസനയെ എന്നോട് പഠിപ്പിക്കാൻ വരുന്നു. എനിക്കറിയും. ഉപാസനാകാന്ഡങ്ങളുടെ അന്തസ്ഥിതിയെക്കുറിച്ച് ചാന്തോക്യ ഉപനിഷത്ത് അതിമനോഹരമായി അജാതശത്രുവും ഗാർഗ്യനും തമ്മിലുള്ള ചർച്ചയിലൂടെ പറയുമ്പോൾ, രാമായണത്തിന്റെ ആരംഭത്തിൽ ജഗത്പിതാക്കൾ പാർവതീ പരമേശ്വരന്മാർ നാം നേരത്തെ കേട്ട ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായ അതിലെ 61-ാം അധ്യായത്തിൽ അന്തർഗതമായ ആ സന്ദേശത്തെ കഥാരൂപത്തിൽ പാർവതിക്ക് പരിണാമഗുപ്തിയുണ്ടാകുമാറ് ഒരു ചരിത്ര സാപേക്ഷ്യം പോലെ അവതരിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ, പാരമ്പര്യനിഷ്ഠമായ ആ ആധ്യാത്മിക സന്ദേശത്തെ ഇതുവരെ പറഞ്ഞ ചുവടുകൾ നഷ്ടപ്പെടാതെ കടന്നുപോകണമോ? അതിന്റെ ചരിത്ര സാപേക്ഷ്യത്തിലൂടെ പോയി ആധ്യാത്മികമായ അംശങ്ങളെ കളഞ്ഞുകുളിച്ച് ദുരഭിമാനത്തിൽ ജാഗരിതമാവണമോ? ഇത്തരം കുറെ ചോദ്യങ്ങളുണ്ട്. പലപ്പോഴും ഇത് പുസ്തകം ഒരു പ്രാവശ്യം വായിക്കാതെയാണ് സ്വന്തം പുസ്തകത്തെപ്പറ്റി നാം അഭിമാനിക്കുന്നത്. സ്വാമി ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ചോദിക്കുക, സ്വാമി രാമായണം വായിച്ചിട്ടുണ്ടോ? അതിന് രാമായണം വായിക്കണോ എന്ന് പറയാൻ മനസ്സിലായില്ല. പോകാൻ നേരത്തൊരു ചിത്രകഥ കിട്ടി, അതിലെ ഒരു കഥ കൊണ്ട് അടിച്ചു. മതപ്രസംഗത്തിന് പോകാൻ നേരത്ത് ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് MT വാസുദേവൻ നായരുടെ 2-ാം ഊഴം കിട്ടിയത്. അപ്പൊ അതൊന്ന് മറിച്ചു നോക്കിയപ്പം മഹാഭാരതമാണെന്നോർത്ത് കുറച്ച് കാര്യങ്ങൾ കിട്ടി. ആ നല്ല സാധനമാണ്, ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോഴാണ് വളരെ ഗംഭീരനായ, സംസ്കൃതിക്ക് വളരെ വേണ്ടപ്പെട്ടവനായ ചേർത്തല ബാലചന്ദ്രന്റെ 2-ാം ഊഴം കഥാപ്രസംഗവും കിട്ടിയത്. ഉടനെ കാസറ്റ് ഇട്ടൊന്ന് കേട്ടു. അത് കഴിഞ്ഞു നേരെ പോയി മതപ്രസംഗത്തിന് കയറി. കയറിയ കൂട്ടത്തില് അതില് കുന്തിക്ക് വിറക് കീറുന്നവനിലും കുന്തിക്ക് കുതിരയെ പോറ്റുന്നവനിലും ഒക്കെ ഉണ്ടായ സന്താനങ്ങളുടെ കഥയടിച്ച് മഹാഭാരതത്തിൽ വ്യാസൻ ഇതാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മഹാഭാരതം എന്നാ കോട്ട് ചെയ്യുന്നത്. സാധനം ഏതാണ്? സാധനം വാസുദേവൻ നായരുടെ 2-ാം ഊഴമാണ്. മഹാഭാരതവുമായിട്ട് പുലബന്ധമില്ലെന്ന് മാത്രമല്ല, മഹാഭാരതത്തെ വികലമാക്കിയ ഗ്രന്ഥവുമാണ്. കാരണം MT വാസുദേവൻ നായരുടെ കുട്ടിക്കാലത്തെ കേരളത്തിലെ നായർ തറവാട്ടിലെ കഥയാണ് മഹാഭാരതത്തിൽ വ്യാസൻ എഴുതിയതെന്നാണ് ഏതാണ്ട് ഒപ്പിച്ചു വെക്കുന്നത്. മനസ്സിലായില്ല. അന്നത്തെ സംബന്ധവും പാതരത്ത് വെച്ചാലുള്ള പോക്കും ഒക്കെ ആയിട്ടുള്ളൊരു കഥാപാത്രമായി കുന്തിയെ അവതരിപ്പിക്കുമ്പോൾ തന്റെ പിതൃ സംസ്കൃതിയുടെ മനോഹര ചരിത്രത്തിലൂടെ ഒരു സാഹിത്യകാരൻ കടന്നുപോയാൽ എങ്ങനെയുണ്ടാവുമെന്ന് മഹാഭാരതത്തെ പശ്ചാത്തലമാക്കി ഒന്ന് അവതരിപ്പിച്ചു നോക്കുക. മറിച്ച് മഹാഭാരതം വായിച്ചാൽ അതിലുള്ളതല്ലതൊന്നും. അതിനൊരു എളുപ്പ വഴിയും മഹാഭാരതത്തിലെ വ്യാസന്റെ മൗനമാണ് ഞാൻ എഴുതുന്നത്. പിന്നെ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം വ്യാസന്റെ മൗനം വ്യാസനറിയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അറിയാമെന്ന് വന്നാൽ, ഭാരതീയ സംസ്കൃതിയിലെ ഉത്തമ കൃതികളെ പഠിക്കാൻ പോകുമ്പോൾ അതിനെ ചരിത്രാംശത്തിലൂടെ കൊണ്ടുപോകാതെ അതിന്റെ സിദ്ധാന്തപക്ഷത്ത് വരുന്ന മുഹൂർത്തങ്ങളെ, അതൊരു ജനതയുടെ അനുഷ്ഠാന സമ്പ്രദായത്തിലേക്ക് തരുന്ന ഭാവങ്ങളെ, രാമായണം ഇത്തരുണത്തിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ 61-ാം അധ്യായത്തിൽ പറയുന്ന മന്ത്രനിർദ്ദിഷ്ടമായ ഉപാസനയുടെ തലങ്ങളെ തരുന്ന രാമഹൃദയ മന്ത്രം, അതിനെ അവലംബിച്ച് വാൽമീകിയുടെ 24,000 ശ്ലോകം വരുന്ന ഗ്രന്ഥത്തെ 4,200 ശ്ലോകങ്ങളിലേക്ക് ചുരുക്കി ജനതയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിലാക്കി തന്ന വ്യാസന്റെ അതിന്റെ അന്തർഗതങ്ങളെ വാൽമീകിയും രാമനും തമ്മിലുള്ള സംഭാഷണത്തിൽ രാമൻ ചോദിക്കുമ്പോൾ, എവിടെയാണ് എനിക്ക് ഇരിക്കാനുള്ള സ്ഥലമെന്ന് ചോദിക്കുമ്പോൾ, സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവ്വലോകങ്ങളിൽ നീയും വസിക്കുന്നു, പിന്നെ നിനക്കിരിക്കാനുള്ള സ്ഥലം. കാരണം രാമ, നീ ചരിത്രമല്ല, നീ ആത്മാവാണ്, നീ ബ്രഹ്മമാണ്, നീ സർവ്വലോകങ്ങളിലും ഇരിക്കുന്നവനാണ്.
സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിന എന്ന പ്രമാണത്തിൽ നീ സർവലോകത്തിലും ഇരിക്കുന്നു, സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു. സീതയാ സഹ നീ എവിടെയെങ്കിലും വസിക്കാനൊരിടമാണ് ചോദിക്കുന്നതെങ്കിൽ സമലോഷ്ടാസ്മ കാഞ്ചനന്മാരായി, സന്മതികളായി, നിർദ്വന്ദ്വരായി, ദ്വേഷഹീനമതികളായി ഇരിപ്പവർ നമ്മുടെ മാനസം നിനക്കു സുഖവാസായ മന്ദിരം. അവിടെയാ നിനക്കിരിക്കാനുള്ള സ്ഥലം, അവിടെ നീ ഇരിക്കൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു കൃതി. അപ്പൊ ഈ കൃതിയെ ആധാരമാക്കിയാണോ നാം ഇത് പഠിക്കുന്നത്, അല്ല നമ്മുടെ അഹന്തയെ ആധാരമാക്കി പഠിക്കുന്നുവോ? ഇത് മതങ്ങളുടെ മുമ്പിലെ ചോദ്യമാണ്. സെമറ്റിക് മതങ്ങൾ അഹന്തയിലൂടെ അതിന്റെ സന്ദേശങ്ങളെ പഠിപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവ ഒട്ടേറെ വിനാശങ്ങൾക്ക് വിറ്റിട്ടത്. അതിനു പകരം ദർശന സാധ്യതകളുള്ള അനുഷ്ഠാനത്തിന്റെ മന്ത്രനിർദ്ദിഷ്ടമായ ഉപാസനയുടെ ലോകം തരുന്ന ഈ കൃതിയെ, ഈ മന്ത്രത്തെ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ അഭിഷേകം കഴിഞ്ഞ് സിംഹാസനത്തില് സൂര്യകോടി സമപ്രഭനായിട്ട്, അതായത് കോടി സൂര്യ സദൃശപ്രഭയോടുകൂടിയവനായിട്ട്, കോടി സൂര്യന്മാർ ഉദിച്ചിരുന്നതായി പറയുന്നത് തന്ത്രാഗമങ്ങളിൽ കുണ്ടലിനീലത ഉണരുമ്പോഴാണ്, ആത്മനിർവിശേഷമായ ആനന്ദം അനുഭവിക്കുമ്പോഴാണ്. അപ്പോൾ രാമാഭിഷേകം ഒരു രാജ്യത്തിന്റെ അഭിഷേകമാകാൻ വഴിയില്ല, ആയിക്കൂടുന്നില്ല. ആകാം, പക്ഷെ അതിലിത്ര ആനന്ദമൊന്നുമില്ല. ഒരുവനെ രാജാവാക്കിയാൽ തലേ ദിവസത്തെ ഉറക്കളപ്പും ബഹളവും ഒക്കെ കൊണ്ട് മുഖം സൂര്യനെ പോലൊന്നും വിളങ്ങുമെന്ന് തോന്നുന്നില്ല. ആരാണ് യുദ്ധത്തിന്റെയും വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും മുമ്പിൽ മനസ്സു പതരാതിരിക്കുക? തീരുമാനമെടുക്കുമ്പോൾ തന്നെ ആഹ്ലാദമുണ്ടാകുന്ന മനസ്സ് നേരത്തെ ആഹ്ലാദിച്ച് തീർക്കുകയാൽ ക്ഷീണിതനായാണ് വിജയങ്ങളിൽ പ്രത്യക്ഷമാവുക. ശരിയല്ല. ഇതാണ് പതിവെങ്കിൽ കോടി സൂര്യ സദൃശപ്രഭാവനായി നിലകൊള്ളുന്നത് എപ്പോഴാണ്? വിഷയങ്ങളുടെ ഭോജനത്തിലെല്ലാം ജീവജാലങ്ങൾ ദുഃഖിതരായാണ് കാണുന്നത്. കഴിക്കണ്ട, ചിന്തിച്ചാൽ മതി ദുഃഖം വരാൻ. ഒരാഹാരത്തിന്റെ വിചാരമുണ്ടായാൽ സ്രവങ്ങളെല്ലാം ഉണ്ടാവും. ശരിയല്ല. ഏതെങ്കിലും ഒരു ആഹാരത്തിന്റെ പേര് ഞാൻ ഏതെങ്കിലും പറഞ്ഞു പോയാൽ ഇപ്പൊ സ്രവം വരാൻ തുടങ്ങും. അത് ദഹിപ്പിക്കാനുള്ളതൊക്കെ വരും. അതെല്ലാം വന്ന് ഈ ആഹാരം കിട്ടാത്തവർക്ക് കുടലിന്റെ ഭിത്തിയൊക്കെ ദഹിപ്പിക്കാൻ തുടങ്ങും. അവൻ ക്ഷീണിതനാവും. വിചാരം കൊണ്ട് ഇത്രയും സംഭവിക്കുമെങ്കിൽ, സ്വപ്നം കൊണ്ട് ഇത്രയും സംഭവിക്കുമെങ്കിൽ, മാനവചേതന എവിടെയാണ് കോടി സൂര്യ സദൃശമായി ആനന്ദിക്കുക? ആത്മാവുമായി ഒന്നുചേരുകയും വിഷയങ്ങളെ വിടുകയും ചെയ്യുമ്പോൾ മാത്രം. ഇതാണ് സത്യമെങ്കിൽ ഏതായിരുന്നു ആ അഭിഷേകം? മുന്നോട്ടിരുന്ന മന്ത്രത്തിലൂടെ കാണാം. രാമായണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രത്തിലൂടെ കാണാം. ദൃഷ്ട്വാ തദാ ഹനുമന്തം പ്രാഞ്ജലിം പുരതസ്ഥിതം കൃതകാര്യം നിരാകാംക്ഷം ജ്ഞാനാവേക്ഷം മഹാമതിം. ദൃഷ്ട്വാ തദാ ഹനുമന്തം പ്രാഞ്ജലിം പുരതസ്ഥിതം കൃതകാര്യം നിരാകാംക്ഷം ജ്ഞാനാവേക്ഷം മഹാമതിം. തഥാ അപ്പോൾ, ആ സമയത്ത്, കൃതകാര്യം നിരാകാംക്ഷം ജ്ഞാനാവേക്ഷം മഹാമതിം പ്രാഞ്ജലിം പുരതസ്ഥിതം ഹനുമന്തം ദൃഷ്ട്വാ. ഹനുമാനെ കണ്ടിട്ട. എങ്ങനെയുള്ള ഹനുമാനെ? ചെയ്യപ്പെട്ട കാര്യത്തോടുകൂടിയവനും കൃതകാര്യം. എല്ലാ കർമ്മവും തീർന്നു. മനുഷ്യൻ സ്വസ്ഥനാകുന്നത് കർമ്മമൊക്കെ തീരുമ്പോഴാണ്. അപ്പോഴാണ് മനസ്സും ബുദ്ധിയും അഹങ്കാരമൊക്കെ കടന്ന് ആത്മാവിനെയൊക്കെ സ്വസ്ഥമായി ചിന്തിക്കാൻ പറ്റുള്ളൂ. കാര്യങ്ങളുടെ മേലാപ്പിൽ കിടന്ന് മറിയുമ്പോൾ അന്വേഷിക്കുന്ന ഈശ്വരൻ ആത്മാവൊന്നുമല്ല. ഇതിന് സഹായിയായിട്ട് ചിലപ്പോൾ ഒരു ഗുണ്ട, ഇതിന് സഹായം തരാനൊരു ദല്ലാള്, ഇതിന് വേണ്ടത്ര പണിയൊക്കെ ഒപ്പിച്ചു തരാൻ പറ്റിയ ഒരു ഉപദേശി,
ഇതൊക്കെയാണ് സെമറ്റിക് മതങ്ങളിലെ ഈശ്വരൻ. അതാണിന്ന് നിങ്ങളുടെ ഈശ്വരൻ. അയാളെ നിങ്ങൾ 1936 ശേഷം ഈ അമ്പലങ്ങളിൽ കൊണ്ടുപോയി തളയ്ക്കുകയും ചെയ്തു. ഇതിനകത്ത് അങ്ങേരല്ല ഉണ്ടായിരുന്നത്. ഇതുണ്ടാക്കിയത് നിങ്ങൾക്ക് നിത്യവും തൊഴാനായിരുന്നുമില്ല. കാരണം നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിന്റെ രചന അങ്ങനെ ഒരു സാമൂഹ്യ ആരാധനയുടെ പശ്ചാത്തലത്തിലുമല്ല. മനസ്സിലായില്ല? സെമറ്റിക് മത പാരമ്പര്യത്തിന്റെ പള്ളികളുടെ മാതൃകയിലല്ല ക്ഷേത്രങ്ങൾ. അതിലിരിക്കുന്ന ദേവൻ ഒരു ദേശത്തിന്റെ ദേവതയും ആ ദേശത്തിന്റെ അധിപതിയുമാണ്. അയാൾ മൈനറുമാണ്. സിവിൽ നിയമപ്രകാരം ഇന്നും എല്ലാ ദേവതകളും മൈനറാണ്. നിങ്ങളൊക്കെ താമസിക്കുന്നത് നിങ്ങളുടെ ഭൂമിയിലല്ല. വിദേശ ഭരണം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ സ്വകാര്യ സ്വത്ത് അനുവദനീയമായിരുന്നില്ല. രാജാക്കന്മാർക്ക് പോലും സ്വന്തമായൊരു തുണ്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ചരിത്രപരമായി നിങ്ങൾക്ക് പഠിക്കാം. അത് നിങ്ങൾ പോയി വീട്ടിൽ പോയിരുന്ന് പഴയ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് പഠിച്ചാൽ മതി. ഇന്ത്യയിൽ ആദ്യമായി ഭൂമി പതിച്ചു നൽകാൻ തുടങ്ങിയത് വിദേശ ഭരണങ്ങൾ ആഗമം അത് വന്നു ചേർന്നതിന് ശേഷം മാത്രമാണ്. നിങ്ങളൊക്കെ താമസിച്ചിരുന്നത് വിദേശ ഭരണത്തിൽ പോലും പണ്ടാരം വകപ്പാട്ടത്തിലാണ്. പണ്ടാരം എന്നാ പറയുക, പക്ഷെ ഭണ്ഡാരം വകപ്പാട്ടത്തിലാണ്. ഭണ്ഡാരമാണത്. അതിന്റെ വക പാട്ടഭൂമിയിലാണ് കിടക്കുന്നത്. ദേവന്റെ വക പാട്ടഭൂമിയിൽ. നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും നല്ലത് ദേവന് കൊണ്ട് സമർപ്പിക്കുമ്പോൾ യുദ്ധങ്ങൾ ഒരു രാജ്യത്ത് വേണ്ട. ഒരു രാജാവിന്റെ അല്ല ഭൂമി. ഒരു രാജാവ് താമസിക്കുന്ന കൊട്ടാരത്തിനും കോട്ടമതിലുകളില്ല. ദേവനാ രാജാവായിട്ട് താമസിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങൾക്കും കോട്ടയും കോട്ടമതിലുകളും കാവൽക്കാരും കിടങ്ങുകളുമുണ്ട്. ഏത് രാജാക്കന്മാർ ഏറ്റുമുട്ടുമ്പോഴും ദേവതകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് പിടിച്ചടക്കുമ്പോൾ. ചരിത്ര പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. സെമറ്റിക് പാരമ്പര്യത്തിന്റെ ഒരംശവും ഇവിടുത്തെ ആരാധനാ സമ്പ്രദായത്തിന് 1936 വരെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇതിലുണ്ടായത്. അപ്പൊ അതിനുള്ള രീതിയിലല്ല ഇതിന്റെ ഘടന, ഇതിന്റെ വൈചിത്ര്യം. അതൊക്കെ ആധ്യാത്മിക ഭാവത്തിലേക്ക് മനുഷ്യൻ ഉയരുന്നത് കർമ്മകലാപങ്ങൾ അസ്തമിക്കുമ്പോഴാണ്. അത്രയും പഴക്കമുള്ള വഴിപാട് കൗണ്ടറുകളൊന്നും വഴിപാട് ചീട്ടുകളൊന്നും അത്രയും പഴക്കമുള്ള വഴിപാട് ബോർഡുകളൊന്നും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ല. കർമ്മനിരതമായ ജീവിതം നയിക്കുന്നവന് കർമ്മത്തോടുള്ള അഭിനിവേശം കൊണ്ട് ഈശ്വരൻ കർമ്മത്തെ സഹായിക്കുന്നവനായി അല്ല വരുന്നതെങ്കിൽ പുറങ്കാലം അടക്കി അടിക്കുകയാണ് ചെയ്യുക. അല്ലാതെ സ്വീകരിച്ചിരുത്തുകയല്ല ചെയ്യുക. ഈശ്വരനെ സ്വീകരിക്കാൻ മനസ്സ് വരണമെങ്കിൽ കർമ്മങ്ങൾ അസ്തമിക്കണം. മനസ്സിലെങ്കിലും മനസ്സിലാവുക. മകളുടെ കല്യാണം നടക്കാത്ത ഒരുത്തൻ, മകന് ജോലി കിട്ടാത്ത ഒരുത്തൻ, അയൽവക്കംകാരൻ ഇടയ്ക്കിടയ്ക്ക് അതിർത്തി മാന്തുന്ന നിലയിലുള്ള ഒരുത്തൻ ഈശ്വരനെ ഭജിക്കാൻ പോയാൽ ആ അയൽവക്കംകാരന്റെ തലയിൽ ഇടുത്തി വീഴാനുള്ള ഒരു ഗുണ്ടയെയും, മനസ്സിലായില്ല, അവന്റെ തലയിലേക്ക് ഇടുത്തി വീഴിക്കേണ്ട ഒരു ഗുണ്ടയെയും, മകൾക്ക് കല്യാണം ആലോചിക്കുന്ന ഒരു ദല്ലാളിനെയും, ശരിയല്ല, മകന് ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഇടനിലക്കാരനെയും ഒക്കെയാണ് ഈശ്വരനെ കാണുന്നതും മറ്റേടത്ത് കൊടുക്കുന്നതിനേക്കാൾ തുച്ഛമായ കൈകൂലിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ അബദ്ധം. അയ്യോ, അതിന് വൈദ്യനായിട്ടാണ് കാണുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊരു 11 രൂപയായിട്ട് ഒരു ഡോക്ടറുടെ കൺസൾട്ടിങ്ങിന് 100 രൂപയാണ്. അവിടെ 11 രൂപയായിട്ടൊരു പുഷ്പാഞ്ജലി നടത്തിയിട്ട് പറയാണ് എന്റെ കൊച്ചിന്റെ രോഗമൊക്കെ മാറ്റി തന്നായിരുന്നു. ശരിയല്ല, വൈദ്യനായിട്ടാണ് കാണുന്നത്. ഇയാള് പെട്ടെന്ന് ഇത് മാറ്റണം. 50 പൈസ ഒരു തുണിയിലേക്ക് കിട്ടിയിട്ട് കയ്യിലേക്ക് കിട്ടിയിട്ട് ഒറ്റ പ്രാർത്ഥനയാണ് പനി നിൽക്കണേ. ശരിയല്ല. ഇതിന് നിങ്ങൾ മതം മാറിയിട്ടില്ലെന്നേ ഉള്ളൂ. പേര് നാരായണീന്നും ഗോപാലനും ഒക്കെ, പണി മത്തായിയുടെയും ചാക്കോയുടെയും ഒക്കെ സമറ്റിക്ക് രീതി. എന്നാ പിന്നെ ഒരു ബന്ധിക്കാൻ കൂടിയിട്ട് അങ്ങോട്ട് പോയാൽ പോരെ? എന്തിനാ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പണി ചെയ്യുന്നത്? ഇവിടുത്തെ പാരമ്പര്യം ഇതല്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് വിലയില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ സമറ്റിക് ക്രീഡിനെ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. അത് ചരിത്രപരമായി ശരിയാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം.
അതിന്റെ ആവിർഭാവവും വികാസവും നിങ്ങളിൽ ഉണ്ടാക്കിയ അസൂയയും കുശുമ്പുമാണ് നിങ്ങളുടെ മതം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടായിട്ടും ഈശ്വരവിശ്വാസം ഉണ്ടായിട്ടും ഒന്നും അല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവരുടെ ഭൗതിക വളർച്ചയും കൂട്ടായ്മയും ഒക്കെ കാണുമ്പോൾ അത് നമുക്കും ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നിയിട്ടുള്ളൊരു അസൂയ. അതല്ലെങ്കിൽ അവനവന്റെ പാരമ്പര്യ പ്രതിഷ്ഠിതമായ അറിവിനെ എത്ര കണ്ട് നിങ്ങൾ പഠിക്കാൻ ഒഴുകുന്നു, എത്ര ഗ്രന്ഥം നിങ്ങൾ ആഴത്തിൽ പഠിക്കുന്നു, എത്ര നിങ്ങൾ ഉൾക്കൊള്ളുന്നു, അത് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കുക. എത്ര പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവും, എത്ര നിങ്ങൾ പഠിക്കും. നിങ്ങൾ പഠിക്കുമോ? നമ്പർ 1. ആരെങ്കിലും ഇതാഴത്തിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഈ 2 ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇത് ആഴത്തിൽ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സമയമെല്ലാം മതം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ ഓടുമ്പോൾ മറ്റതിന്റെ പണി തന്നെയല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇതിലാകുന്നത് എന്ന് സൗമ്യമായി ചോദിച്ചു എന്നേ ഉള്ളൂ. ചോദ്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത് തെറ്റാണ്. എന്റെ ചോദ്യം അടിസ്ഥാനരഹിതമാണ്. ആണെങ്കിൽ പറയാം. മറിച്ച് ഇവിടെ അത് കൃതകാര്യം, ചെയ്യപ്പെട്ട കാര്യത്തോടുകൂടി. കാര്യമൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്നൊരു ഫലമുണ്ട്, ഒരറിവ്. അതാ അപ്പോൾ കൃതകാര്യം നിരാകാംക്ഷം, ആകാംക്ഷയില്ലാത്തവൻ. എന്തെങ്കിലും കർമ്മം ഇനി ബാക്കിയുണ്ടെങ്കിൽ ആകാംക്ഷ ഉണ്ടാകുന്നേ. ആകാംക്ഷയില്ലാത്തവനും ജ്ഞാനാപേക്ഷം, ജ്ഞാനത്തെ അപേക്ഷിക്കുന്നവനും. വേറൊന്നും അപേക്ഷിക്കുന്നില്ല. അഭിഷിക്തനായിരിക്കുന്ന രാമൻ, പട്ടമഹിഷിയായിരിക്കുന്ന സീത, സമീപത്ത് നിൽക്കുന്ന ആഞ്ജനേയൻ, ആ ആഞ്ജനേയന്റെ കഥയായി പറയുന്നത്. അയാൾ അപ്പോൾ ചെയ്യപ്പെട്ട കാര്യത്തോടുകൂടിയവനും ആകാംക്ഷയില്ലാത്തവനും ജ്ഞാനത്തെ അപേക്ഷിക്കുന്നവനും മഹാമതിയും മഹാബുദ്ധിമാനും. 10-15 ശ്ലോകമുണ്ട് ഈ നമ്പോലൻ ജ്ഞാനിയാണെന്ന് കാണിക്കുന്ന. സംസ്കൃത ഭാഷ ശൂദ്രന് പോലും പഠിക്കാൻ മേലെന്ന് പറയുമ്പോൾ കൊരങ്ങൻ പഠിച്ച് പണ്ഡിതനായിരിക്കുകയാണ്. ചരിത്രകാരന്മാർ അത് കണ്ടില്ല. പുരാണങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമാണ് ശൂദ്രന് അക്ഷരസംയുക്തം ദൂരത പരിവർത്തയം എന്നൊക്കെ ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിച്ച് തെറ്റായ ജനതയെ കൊണ്ടുപോകുന്നതെങ്കിൽ ലോകോത്തരനായ പണ്ഡിതനാണ് ആഞ്ജനേയൻ. അതും രാമായണത്തിൽ തന്നെയാണ് കാണുന്നത്. വൈയാകരണൻ വധു, ഒരു വാക്ക് അപശബ്ദമെന്ന് അതിലുണ്ടാവില്ല. ശിക്ഷാശാസ്ത്രം അതിന്റെ ആഴങ്ങളിൽ പഠിച്ചവനാണ് ആ ആഞ്ജനേയൻ. മഹാമതി, മഹാജ്ഞാനി. പ്രാഞ്ജലിയും അഞ്ജലി ബന്ധത്തോടുകൂടി ബദ്ധാഞ്ജലിയായി കൈകൂപ്പിയവനായി പുരതസ്ഥിതം, മുൻഭാഗത്ത് നിൽക്കുന്നവനുമായ രാമൻ, തന്റെ മുൻഭാഗത്ത് നിൽക്കുന്നവനുമായ ഹനുമന്തം, ഹനുമാനെ ദൃഷ്ടുവാ കണ്ടിട്ട് എന്ത് ചെയ്തു നോക്കാം. രാമസീതാമുവാചേദം ബ്രൂഹിതത്വം ഹനുമതേ നിഷ്കൽമഷോയം ജ്ഞാനസ്യ പത്രം നൗ നിത്യഭക്തിമാൻ. രാമ സീതാമുവാചേദം ബ്രൂഹിതത്വം ഹനുമതേ നിഷ്കൽമഷോയം ജ്ഞാനസ്യ പത്രം നൗ നിത്യഭക്തിമാൻ. രാമൻ ആഞ്ജനേയനെ ഇങ്ങനെ കണ്ട രാമൻ സീതയോട് ഇതം, ഇതിനെ ഉവാച പറഞ്ഞു. സീതയോട് ഇതിനെ പറഞ്ഞു. സീതയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഹനുമതേ, ഹനുമാനായിക്കൊണ്ട് തത്വം, പരമാർത്ഥത്തെ ബ്രൂഹി ഉപദേശിച്ചാലും. അല്ലയോ സീതേ, നീ ഹനുമാനായിക്കൊണ്ട് എന്റെ തത്വത്തെ ഉപദേശിച്ചാലും. നിഷ്കന്മഷ അയം ജ്ഞാനസ്യ പാത്രം നൗ നിത്യഭക്തിമാൻ. കന്മഷമില്ലാത്ത ഇവൻ ജ്ഞാനത്തിനധികാരിയും നമ്മൾ രണ്ടുപേരുടെ നേരെ ശാശ്വത ഭക്തിയുള്ളവനുമാകുന്നു. സീതേ, എന്നിലും നിന്നിലും എല്ലാ നേരവും ഭക്തിയോടുകൂടിയവനാണിവൻ. എന്നിൽ മാത്രമല്ല, നിന്നിലും എന്നിലും സകല സമയത്തും ഭക്തിയോടുകൂടിയ ഇവൻ കന്മഷമില്ലാത്തവനാണ്, പാപരഹിതനാണ്. അതാണ് ആത്മജ്ഞാനത്തിനുള്ള അധികാരം. ആരാണ് ആത്മജ്ഞാനത്തിന് അധികാരി? അസൂയയില്ലാത്തവനായിരിക്കണം. നാ അഭ്യസൂയന്തേ, അസൂയയില്ലാത്തവനായിരിക്കണം. കരികൽമഷങ്ങൾ ഇല്ലാത്തവനായിരിക്കണം.
ഹിംസാലോലുപത്വമില്ലാത്തവനായിരിക്കണം. ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാത്തവനായിരിക്കണം. അവൻ അസുരജന്മമായിരുന്നാലും അവൻ ഭക്തനാണ്. അതാണ് പ്രഹ്ലാദന് കിട്ടിയത്. അവൻ തിരിയ ജീവിതമായാലും ഭക്തനാണ്. അതാണ് മാലിന് കിട്ടിയത്. മനുഷ്യന് മാത്രമുള്ളത്. ഭക്തിയുടെ തലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹിംസയുണ്ടാവരുത്, കളവുണ്ടാവരുത്, സ്ഥേയമുണ്ടാവരുത്. അസ്ഥേയം, അഹിംസ, ബ്രഹ്മചര്യം, ഇങ്ങനെ കുറെ അപരിഗ്രഹം, സത്യം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബ്രഹ്മചര്യം എന്ന് കേട്ടതുകൊണ്ട് പേടിക്കണ്ട. പ്രശ്നോപനിഷത്ത് പറയുന്നത് ഗാർഹസ്ഥ്യം ബ്രഹ്മചര്യത്തിനുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന് വിധിപൂർവം ജീവിക്കണം. മൃഗതൃഷ്ണയിൽ കാട്ടിക്കൂട്ടുന്നതെല്ലാമാണ് ബ്രഹ്മചര്യത്തിന് വിപരീതമായിത്തീരുന്നത്. അതിന് വിധിയുണ്ട്. അത് വളരെ ശ്രദ്ധേയവുമാണ്. അല്ലാതെ വിവാഹം കഴിക്കാതിരുന്നാൽ ബ്രഹ്മചാരിയാണ് വിചാരിക്കേണ്ട. കണ്ണോ മൂക്കോ നാക്കോ ഒക്കെ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് തന്റെ അനുവൃത്തി മാത്രമല്ലാതെ സഞ്ചരിക്കുന്നുവെങ്കിൽ അതൊക്കെ ബ്രഹ്മചര്യനാശമാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നുകൊണ്ട് ബ്രഹ്മചാരിയൊന്നുമല്ല. എന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ആണിതിന് അളവുകോൽ, ശരീരമല്ല. അഷ്ടമൈഥുന പ്രക്രിയകളെയും അതിന്റെ തലങ്ങളിൽ അറിയുകയും അതിൽ മനസ്സിനെ നിർത്താതിരിക്കുകയും ചെയ്യുന്നതിലേക്ക് മാനവചേതന ഉയരുമ്പോഴായിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവൻ ബ്രഹ്മചാരിയാണ്, വധുവാണ്, അവൻ മഹാജ്ഞാനിയാണ്. ഇവന് എന്നിലും നിന്നിലും സർവനേരങ്ങളിലും ഭക്തിയുണ്ട്. ഇവൻ പാത്രമാണ്, ആത്മജ്ഞാനത്തിന് പാത്രമാണിവൻ. അതുകൊണ്ട് അല്ലയോ സീതേ, നീ ഇവന് പരമാർത്ഥത്തെ ഉപദേശിച്ചാലും എന്നാണ് രാമൻ സീതയോട് പറഞ്ഞത്.